ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പം ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കേട്ട് പഠിച്ചോണം കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? കേരളം. നമ്മുടെ കേരളമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പട്ടിൻ്റെ നഗരം എന്നറിയപ്പെടുന്നു. പട്ടിൻ്റെ നഗരം കാഞ്ചീപുരമാണ്. അതാണ് പട്ടിൻ്റെ നഗരം കാഞ്ചീപുരം. അതുപോലെ തന്നെ ഇന്ത്യയുടെ കാപ്പിത്തോട്ടം എന്നറിയപ്പെടുന്നു കർണാടകം. ഇന്ത്യയുടെ കാപ്പിത്തോട്ടം എന്നറിയപ്പെടുന്നത് കർണാടകമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടെന്നറിയപ്പെടുന്നു നമ്മുടെ കേരളമാണ്. സുഗന്ധവ്യഞ്ജനത്തോട്ടം ഏതാണ്? ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനത്തോട്ടം നമ്മുടെ കേരളമാണ്. അതുപോലെ തന്നെ മുട്ട നഗരം, ഇന്ത്യയുടെ മുട്ട നഗരം ഏതാണ്? ഞാമക്കലാണ്. ഇന്ത്യയുടെ മുട്ട നഗരം ഏതാണ്? ഞാമക്കലാണ്. അതുപോലെ തന്നെ 7 ദ്വീപുകളുടെ നഗരം ഏതാണ്? മുംബൈയാണ്. 7 ദ്വീപുകളുടെ നഗരം മുംബൈ. അതുപോലെ തന്നെ ഇന്ത്യയുടെ പൂന്തോട്ട നഗരം ഏതാണ്? ബംഗളൂരുവാണ്. ഇന്ത്യയുടെ പൂന്തോട്ട നഗരം ബംഗളൂരുവാണ്. ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് ജമ്മു കാശ്മീറാണ്. ഇന്ത്യയുടെ പൂന്തോട്ടം ജമ്മു കാശ്മീറാണ്. ജമ്മു കാശ്മീരിനെ കുറിച്ച് മുഗൾ ചക്രവർത്തിയായ ജഹാംഗീർ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടമാണ് എന്ന് ജമ്മു കാശ്മീരിനെ കുറിച്ച് ആര് പറഞ്ഞിട്ടുണ്ട്? ആ മുഗൾ ചക്രവർത്തിയായ ജഹാംഗീർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആപ്പിൾ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഓറഞ്ച് നഗരം ഏതാണ്? ഇന്ത്യയുടെ ഓറഞ്ച് നഗരം നാഗപ്പൂരാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം ഏതാണ്? ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം ഉത്തർപ്രദേശാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ്. അതുപോലെ ഇന്ത്യയുടെ റോക്ക് ഗാർഡൻ എന്നറിയപ്പെടുന്നതിനാണ് ചണ്ഡീഗഡാണ്. ഇന്ത്യയുടെ റോക്ക് ഗാർഡൻ ഏതാണ്? ഇന്ത്യയുടെ റോക്ക് ഗാർഡൻ ചണ്ഡീഗഡ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ആപ്പിൾ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ് ഇന്ത്യയുടെ ആപ്പിൾ സംസ്ഥാനം. അതുപോലെ ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ തേയിലത്തോട്ടം ഏതാണ്? ആസാമാണ്. ഇന്ത്യയുടെ കടുവാ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ് ഇന്ത്യയുടെ കടുവാ സംസ്ഥാനം. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്നത് എന്തിനാണ്? മധ്യപ്രദേശിനെയാണ്. ഇന്ത്യയുടെ ഹൃദയം ഏതാണ്? മധ്യപ്രദേശാണ്. മരതക നാടെന്നറിയപ്പെടുന്നതിനെയാണ്. മരതക നാടെന്താണ്? പനാജി, ഗോവ. പനാജി എവിടെയാണ്? ഗോവയിലാണ്. അതുപോലെ ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്നു ഒഡീഷയിലെ ഭുവനേശ്വറാണ്. ക്ഷേത്രങ്ങളുടെ നാട് ഏതാണ്? ക്ഷേത്രങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് തമിഴ്നാടിനെയാണ്. തമിഴ്നാടാണ്. ഇന്ത്യയിൽ ഉദയസൂര്യന്റെ നാടെന്നറിയപ്പെടുന്നത് എന്തിനാണ്? ഇന്ത്യയിൽ ഉദയസൂര്യന്റെ നാട് ഏതാണ്? ഇന്ത്യയിൽ ഉദയസൂര്യന്റെ നാടെന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ്. ലോകത്തിന്റെ യോഗാ തലസ്ഥാനം എന്നറിയപ്പെടുന്നു എന്തിനെയാണ്? ഋഷികേശ്. ഉത്തരാഖണ്ഡിലുള്ള ഋഷികേശാണ്. അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കി വെച്ചാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പരീക്ഷകളിൽ ഉപകാരപ്പെടുന്നതാണ്.